ശരി. ഒരു ദിവസം രാവിലെ ആയപ്പം പീറ്റർ പാർക്കറിൻ്റെ ഗേൾഫ്രണ്ട് പറഞ്ഞു എനിക്കൊരു ഫ്ലവർ വേണമെന്ന്. അപ്പോൾ ഫ്ലവറിൻ്റെ പേരെന്തുവായിരുന്നു? ഓക്കെ. അപ്പോൾ കല്യാണ സൗഗന്ധികം ഫ്ലവർ പിച്ചാൻ വേണ്ടി പീറ്റർ പാർക്കർ മലയും ചാടി കടലും ചാടി കാടും ചാടി നടന്ന് 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 നടന്നിങ്ങനെ പോയപ്പോൾ വഴിയിൽ വയസ്സനായൊരു മങ്കി കിടക്കുന്നു. മങ്കി കിടന്നപ്പം പീറ്റർ പാർക്കർ മങ്കിയെടുത്ത് എന്തോ പറഞ്ഞത്? ഞാൻ എൻ്റെ ജോലി ചെയ്യുവാവേ. ശരി, പറ അച്ഛൻ കേട്ടു. എവിടം തൊട്ട്? ആദ്യം തൊട്ട് പാട്ട് മാത്രം. ആദ്യം തൊട്ട് നോക്കട നമ്മുടെ മാർഗക്കിടക്കുന്ന. ഞാൻ പാടാം. ശരി, രണ്ടുപേരും ഒരുമിച്ച്. റെഡി? 1 2 സ്റ്റാർട്ട്. നോക്കട നമ്മുടെ മാർഗയിൽ കിടക്കുന്ന മറക്കങ്ങ്. അങ്ങനെ പറഞ്ഞപ്പം ആ മങ്കി എന്തു പറഞ്ഞത് പീറ്റർ പാർക്കറിന്റെ അടുത്ത്? പീറ്റർ പാർക്കർ പറഞ്ഞു മങ്കി പറഞ്ഞു ഞാനൊരു വയസ്സായ മങ്കിയല്ലേ, നീ എന്നെ അങ്ങ് പൊക്കി അങ്ങ് എടുത്ത് മാറ്റിയാൽ എനിക്ക് എണീക്കാനൊന്നും പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പീറ്റർ പാർക്കർ ചെന്ന് മങ്കി ഇങ്ങനെ പൊക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പം പീറ്റർ പാർക്കർ പെട്ടെന്ന് ഇങ്ങനെ താന്നിങ്ങനെ വണങ്ങിയിട്ട് ചോദിച്ചു, അല്ലയോ മാനുഭൂതേ, താങ്കൾ ആരായിരുന്നു മങ്കി? ജയ് ഹനുമാൻ. അന്നില്ലേ? നീ പാടി നോക്ക്, വരും ചിലപ്പോ. നമുക്കെന്നാ ഉറങ്ങാം? ചാച്ചി അത് കുഴപ്പമില്ല, നീ ചാച്ചിക്കോ. ഡോള് കഥയൊക്കെ പറ. ഇനി ചാച്ചി കൊണ്ട് കഥ. ഇനി അത് ഒരു തൊപ്പിക്കാരനുണ്ടായിരുന്നു കേട്ടോ. എന്തോ? ആരെ? എന്തിന്? എന്തിന്? എന്തോ? ആർക്ക്? എന്തോ ഈ വടി നീ? എന്തോ ചെയ്യുന്നെന്തോ നീ? നീ ഉറങ്ങുന്നില്ലയോ? ഞാൻ ഉറങ്ങോ? ഏത് കഥ? തൊപ്പിക്കാരന്റെ കഥ പറയാം, പക്ഷെ നീ ഒന്ന്